നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സുജയ പാർവതി. സുജയ പാർവതിയെ അറിയാത്തവരായിട്ട് കേരളീയരാരും കാണാൻ വഴിയില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു പുതിയൊരു ചാനലിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളതാണ്. എന്താണ് കാരണം? ഏത് ചാനലിലേക്കാണ് ഈ പറയുന്ന സുജയ പാർവതി പോയത്? അവിടെ സുജയ പാർവതിക്ക് കൊടുത്ത ഓഫർ എന്താണ്? സുജയ പാർവതിയുടെ സാലറി എന്താണ്? ഞെട്ടിപ്പോകും നിങ്ങൾ കേട്ടാൽ. എന്തൊക്കെ ഓഫറുകളാണ് സുജയ പാർവതിക്ക് കൊടുത്തത്? അതുമല്ല, ഇതുവരെ BJPയുടെ നാവായി പ്രവർത്തിച്ച അല്ലെങ്കിൽ വക്താവായി പ്രവർത്തിച്ച സുജയ പാർവതി ഇനി അങ്ങോട്ട് BJPയുടെ വക്താവായി തന്നെ ആയിരിക്കുമോ ആ ഒരു പുതിയ ചാനലിൽ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സുജയ പാർവതി നമുക്കറിയാം, റിപ്പോർട്ടർ ചാനലിൽ സുജയ പാർവതി ഈ പറയുന്ന അരുൺകുമാർ ഇവർ തമ്മിലുള്ള ആ ഒരു ടോം ആൻഡ് ജെറി സംഭവം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. നല്ല രസമാണ് അവരുടെ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടും. അതുമല്ല, നമ്മുടെ മലയാളത്തിന്റെ ഈ പറയുന്ന വാർത്താ ചാനലുകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തുറന്നു പറയുകയാണ്, എന്റെ രാഷ്ട്രീയം ഇതാണ്, ഞാൻ ഇന്നയാളെ സപ്പോർട്ട് അല്ലെങ്കിൽ ഞാൻ BJP സപ്പോർട്ട് ചെയ്യുകയാണെന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് വാർത്താ ചാനലുകളിൽ ഉടനീളം BJPക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ്. അതായത് തുറന്ന് സംസാരിക്കും, എവിടെയും BJPക്ക് വേണ്ടിയിട്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലേ. അപ്പോ ഇവിടെ നമുക്കറിയാം, അരുൺ എന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ടല്ലെങ്കിലും അകത്ത് തുറന്ന് സമ്മതിച്ചില്ലെങ്കിൽ കൂടി ഈ പറയുന്ന ഇടതുപക്ഷ അനുഭാവിയാണെന്നും നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു ടോം ആൻഡ് ജെറി എപ്പോഴും വളരെ രസകരമാണ്. അങ്ങോട്ട് ഇവർ തമ്മിലുള്ള തർക്കങ്ങളും ഇവർ തമ്മിലുള്ള തമാശകളും മറ്റവൻ സുജയ പാർവതി ഒന്ന് പറയുമ്പോൾ അരുൺ മറ്റൊന്ന് പറയും ഒക്കെയാണ്. അതായത് ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഒരു നെടുന്തൂണായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇത്രയും റേറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റിംഗിന്റെ കേസിൽ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഉണ്ടായിട്ടുണ്ട്. അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ പറയുന്ന സുജയ പാർവതി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ആദ്യം അവരുടെ ഏറ്റവും വൈറലായ ഒരു ചെറിയ ഒരു തമാശ നമുക്ക് ഇട്ടുകൊണ്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, കേൾക്കാം. ഇപ്പോൾ നമ്മൾ വിവാഹിതരായാൽ, എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു റീലൊക്കെ നമുക്കറിയാലോ, ഒരുപാട് പിന്നീട് വൈറലായ റീലുകളാണ് അല്ലെ. സുജയ പാർവതി ഇതുപോലെ തുറന്ന് പറയുകയും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാം പഠിച്ചു വന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികൾ ഈ പറയുന്ന സുജയ പാർവതിയുടെ കയ്യിലുണ്ട്. ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. സുജയ പാർവതി പ്രത്യേകിച്ച് ഞാൻ എടുത്ത് കാണുന്ന ഒരു സംഭവം, ഒരിക്കലും തോൽവി സമ്മതിച്ചു കൊടുക്കില്ല, ഒരിക്കലും വിട്ടുകൊടുക്കുക. താൻ പിടിച്ച മുഴലില് 4 കൊമ്പ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിലാണ്. എന്തൊക്കെ പറഞ്ഞാലും എവിടെ കൂടിയെങ്കിലും എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു കഴിവ് ആർക്കുണ്ട്? ഈ പറയുന്ന സുജയ പാർവതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലുകളുടെ ഉയർച്ചയിലൊക്കെ ഈ പറയുന്ന സുജയ പാർവതിക്ക് നല്ലൊരു പങ്കുണ്ട് എന്നുള്ളത്. അതുമല്ല, ഈ സുജയ പാർവതി പോകുമ്പോൾ ഇനി റിപ്പോർട്ടർ ചാനലിന്റെ ഗതി എന്താകും എന്നുള്ളതും അറിയില്ല. ഇനി ഈ അരുൺകുമാറും അവിടെ ഉണ്ടാവുമോ എന്നും അറിയില്ല. സുജയ പാർവതിയുടെ ബേക്കില് ഡസനോളം ആൾക്കാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പിരിഞ്ഞ് ഈ പറയുന്ന TV-യിലേക്ക് പോയി. ഈ പറയുന്ന TV എന്ന് വെച്ചാൽ ബിഗ് TV എന്നറിയപ്പെടുന്ന ഒരു ചാനലിലേക്കാണ്. അതായത് അടുത്ത മാസം പകുതിയോടുകൂടി കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബിഗ് TV മലയാളം എന്ന പേരിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു TV-യിലേക്കാണ്, ഒരു ചാനലിലേക്കാണ് ഈ പറയുന്ന സുജയ പാർവതി പോയിരിക്കുന്നത്. ഈ ബിഗ് TV പിന്നീട് എന്ന് പറയുന്നത് ഈ തെലുങ്കാന വൈസ് ചെയ്ത് അവിടെയുള്ള ഒരു ചാനലാണ്. അതിപ്പം കേരളത്തിൽ ലോഞ്ച് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് സുജയ പാർവതി ഈ ബിഗ് TV-യിലേക്ക് പോയത് എന്നുള്ളതിന് ചെറിയൊരു സംഭവം ഇവിടെ വയ്ക്കാമേ. 24-ൽ സുജയുടെ ഗോഡ്ഫാദർ അല്ലെങ്കിൽ മിത്രം ആയിരുന്നു അനിൽ അരൂർ. റിപ്പോർട്ടറിൽ പോയപ്പോൾ സുജയും പോയി. സ്വാഭാവികമായിട്ടും അനിൽ അരൂർ ബിഗ് TV എന്ന് പറഞ്ഞൊരു വമ്പൻ പ്രോജക്റ്റുമായി വരുമ്പോൾ സുജയെ പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വളരെ മുമ്പേ വിചാരിച്ചിരുന്നു. അതിപ്പോ നടക്കുകയാണ്. ഇനി അപ്പോ കേട്ടല്ലോ, അതായത് ഈ പറയുന്ന സുജയ പാർവതി ഈ ബിഗ് TV-യിലേക്ക് പോകാനുള്ള മെയിൻ കാരണം അനിൽ അരൂർ ആണ്. ഈ അനിൽ അരൂർ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പല മാധ്യമ പ്രവർത്തകരിൽ പലവരും ഒളിഞ്ഞും മറിഞ്ഞൊക്കെ പറയുന്നുണ്ട്. ഈ അനിൽ അരൂർ എവിടെ പോകുന്നു അവിടെയൊക്കെ സുജയ പാർവതി പോകുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന അനിൽ അരൂർ ആദ്യം 24-ലായിരുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ഏഷ്യാനെറ്റിൽ നിന്ന് മാറി 24-ൽ വരുന്നു. ഈ പറയുന്ന സുജയ പാർവതി അവിടെ നിന്ന് നേരെ എവിടെ പോകുന്നു, ഈ പറയുന്ന നമ്മുടെ റിപ്പോർട്ടിലേക്ക് പോകുന്നു. അവിടെയും നേരെ സുജയ പാർവതി പറിച്ചുകൊണ്ട് പിന്നീട് റിപ്പോർട്ടിൽ വരുന്നു. ഇവിടെ നേരെ ബിഗ് TV-യിലേക്ക് പോകുമ്പോൾ അവിടെയും അനിൽ അരൂർ ആണ്. അതുകൊണ്ട് തന്നെയാണ്
ബിഗ് ടി വിയിലേക്ക് അനിൽ അയിരൂർ പോകുമ്പോൾ ഉറപ്പായിട്ടും സുജയ പാർവതി പോകും എന്നുള്ളത് ഏതാണ്ട് 101% ഉറപ്പായിരുന്നു എന്നുള്ളതാണ്. അതുമല്ല, പലപ്പോഴും ഇവിടെ ശമ്പള വർധനയൊക്കെ ചോദിച്ചപ്പോൾ ഈ പറയുന്ന അവരൊന്നും കൊടുത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ എന്താണ്, ഇപ്പം ഈ പറയുന്ന അനിൽ അയിരൂരിന്റെ കൂടെ എന്ത് ചെയ്തു, ഈ പറയുന്ന സുജയ പാർവതി ഇതിനകത്തോട്ട് പോയി, ഏത് ബിഗ് ടി വിയിലേക്ക് പോകുന്നു. ഇനി ബിഗ് ടി വിയിൽ അവർക്ക് കൊടുത്ത ഓഫർ എന്തൊക്കെയാണ്, എന്താണ് ഇവരുടെ സാലറി എന്നുള്ളതാണ്, ഞെട്ടിപ്പോകുന്ന സാലറി. അതിനു മുമ്പേ ഇതുവരെ ഈ പറയുന്ന BJPയുടെ വ്യക്തമായിട്ട് BJPയുടെ നാവായിട്ട് പ്രവർത്തിച്ച, അല്ലെ BJPക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ഈ പറയുന്ന സുജയ പാർവതിയുടെ നിലപാട് ഈ ബിഗ് ടി വിയിൽ പോകുമ്പോഴും അതുപോലെ തന്നെ തുടരുമോ എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അങ്ങനെ തുടരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു ന്യൂസിൽ. ആ ന്യൂസ് നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ബിഗ് ടി വിയിലേക്കാണ് സുജയ പോയിരിക്കുന്നത്. ബിഗ് ടി വി എന്ന് പറയുമ്പോൾ തെലുങ്കാനയുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ്. അത് കേരളത്തിൽ തുടങ്ങുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ പ്രധാനപ്പെട്ട ആള് അനിൽ അയിരൂരാണ്. അനിൽ അയിരൂരും ഈ സുജയുമായുള്ള ബന്ധങ്ങൾ നമുക്കറിയാം. ഫ്ലവേഴ്സ് 24-ൽ നിന്നുമാണ് ഇവർ റിപ്പോർട്ടിലേക്ക് 24 തൊട്ട് ഇവരുടെ ബന്ധങ്ങളുണ്ട്. ഇവർ പൊതുവെ പറയപ്പെടുന്നത് ഇവർ BJP എന്നാണ്. BJP അനുഭാവിയൊന്നും BJP ഒന്നും പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, റിപ്പോർട്ട് ടി വിയിൽ ചർച്ച കാണുമ്പോൾ സുജയ BJP പക്ഷം നിന്ന് തന്നെയായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. ഈ BJP എന്ന് പറയുന്ന സുജയ ഇപ്പോൾ ഈ തെലുങ്കാനയുമായി ബന്ധപ്പെട്ടുള്ള ബിഗ് ടി വിയിലേക്ക് പോകുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ MP AICC സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു, KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യം കൃത്യമാണ്. KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് സുജയ ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയെന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. കേട്ടല്ലോ, KC വേണുഗോപാലുമായി ചർച്ച നടത്തിയത്, ഈ പറയുന്ന കോൺഗ്രസിന്റെ MP KC വേണുഗോപാലുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് ബിഗ് ടി വിയിലേക്ക് സുജയ പാർവതി പോയത്. എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന്റെ ആൻസർ ബാക്കിൽ വരുന്നുണ്ട്. KC വേണുഗോപാൽ ആയിട്ട് ചർച്ച നടത്തി. ഈ ബിഗ് ടി വിയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ്. റെഡ്ഡിയുടെ ഭാര്യയുമാണ്. റെഡ്ഡി എന്ന് പറയുമ്പോൾ ഒരു MP, കോൺഗ്രസിൻ്റെ MPയുടെ സഹോദരനാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഈ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുക എന്നൊരു ലക്ഷ്യബോധം ഇപ്പോൾ സുജയയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയിരിക്കുന്നത്. അതാണ് KC വേണുഗോപാലുമായി ചർച്ച നടത്തിയെന്നുള്ളത്. കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സുജയ ഇത്ര നാളും എടുത്ത ഒരു നിലപാട് BJP നിലപാടായിരുന്നു. ഇവിടെ ചർച്ചയിൽ BJP അനുഭാവിയായിരുന്നു ചർച്ച നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ KC വേണുഗോപാലുമായി എന്താണ് ബന്ധം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസും BJPയുമായി ഒരു ബന്ധമുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ സംശയിക്കേണ്ടതായി വരില്ല ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോ KC വേണുഗോപാലുമായിട്ട് ചർച്ച നടത്തി, അതായത് ഈ പറയുന്ന ബിഗ് ടി വിയുടെ മറ്റ് സംഘം അല്ലെങ്കിൽ മറ്റ് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെല്ലാം ഈ പറയുന്ന കോൺഗ്രസ് അനുഭാവികളാണ്. മനസ്സിലായോ? ഏതോ 1-2 പേര് പറയുന്നുണ്ടല്ലോ, അവരുടെ അനുഭാവികളാണ്. അവർ ഈ പറയുന്ന ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ കോൺഗ്രസിന്റെ അനുഭാവികളാണ് എന്ന് മാത്രമല്ല, KC വേണുഗോപാലുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് സുജയ പാർവതി ഈ പറയുന്ന ബിഗ് ടി വിയിലേക്ക് ചേക്കേറിയത്. അപ്പോ ഇതുവരെ ഈ പറയുന്ന സുജയ പാർവതി എടുത്ത നിലപാടിന് എന്താകും എന്നുള്ളതാണ്. അതായത് ഇതുവരെ BJPക്ക് അനുകൂലമായി നിന്ന സുജയ പാർവതി ഇനി ഈ ബിഗ് ടി വിയിൽ തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുമോ എന്നുള്ളതാണ്. അതായത് നിലപാട് മാറി ഈ പ്രാവശ്യം കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനി സുജയ പാർവതിയുടെ നാവ് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അപ്പോ ഈ BJP വക്താക്കൾ ഈ പറയുന്ന അവരൊക്കെ ഇനിയിപ്പം എന്ത് ചെയ്യുമെന്നറിയില്ല. അല്ലെങ്കിൽ സുജയ പാർവതി എന്ന് പറയുമ്പോൾ എടുത്തു പൊക്കി കൊണ്ടു നടന്ന ഈ BJP വക്താക്കൾ അനുഭാവികൾ ഇനി എന്ത് പറയുമെന്നറിയില്ല. ഇപ്പൊ ഇവിടെ നമുക്കറിയാൻ സാധിക്കുന്നത് KC വേണുഗോപാലുമായിട്ട് ചർച്ച നടത്തുന്നു. അതുമല്ല, ബിഗ് ടി വിയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം കോൺഗ്രസ് അനുഭാവികൾ. അതായത് ഒരു കോൺഗ്രസ് അനുഭാവ ചാനലാണ് ഈ പറയുന്ന ബിഗ് ടി വി. അവിടെ നിന്ന് സുജയ പാർവതി ടപൈന് അങ്ങോട്ട് മാറണമെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ തവണ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നാവായിട്ട് സുജയ പാർവതി പ്രവർത്തിക്കുന്നത്. അതായത് ഇതുവരെ ഈ പറയുന്ന BJPക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന സുജയ പാർവതിയുടെ നാവ് ഇനി കോൺഗ്രസിന് വേണ്ടി സംസാരിക്കും എന്ന് ചുരുക്കം. ഇനി എത്രമാത്രം വലിയ ഓഫർ ഇട്ടുകൊണ്ടാണ് ഈ സുജയ പാർവതിയെ ഈ ബിഗ് ടി വിയിലേക്ക് എടുത്തത് എന്നും കൂടി നിങ്ങൾ അറിയണം. ഓക്കെ, മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ്. സുജയ്ക്ക് വെച്ചിരിക്കുന്ന ഓഫർ 1 കോടി രൂപയാണ് അഡ്വാൻസ് എമൗണ്ട് എന്ന നിലയിൽ കൊടുക്കുക. 10 ലക്ഷം രൂപ സാലറി, ഫ്ലാറ്റ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് 1 കോടി രൂപ കൊടുക്കുന്ന ഈ സാധനം ക്ലച്ച് പിടിച്ച് വന്നാലാണ് എന്നാണ് കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേട്ടല്ലോ, 1 കോടി രൂപയാണ് ഓഫർ. 1 കോടി രൂപ ഓഫർ, അതിന്റെ കൂടെ ഒരു ഫ്ലാറ്റ്, പിന്നെ മാസം
10 ലക്ഷം രൂപ എന്നുള്ളതാണ് സുജയ പാർവതിക്ക് കിട്ടുന്നത്. അതുമല്ല, കേരളത്തെ തന്നെ ആദ്യത്തെ ലേഡി ചീഫ് എഡിറ്ററും കൂടി ആവുകയാണ് ആര്, ഈ പറയുന്ന സുജയ പാർവതി. അതെന്തായാലും നമുക്ക് നമുക്ക് കൈയടിക്കാം. കാരണം ഇതുവരെയായിട്ടും ഒരു പെണ്ണ് ഇതുവരെയും കേരളത്തിൽ ഇതുവരെയായിട്ടും ഒരു ചീഫ് എഡിറ്റർ ആയിട്ട്, മറ്റങ്ങോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളത്തിൽ ഇതുവരെയായിട്ടും ഒരു പെണ്ണ് എന്തായാലും ചീഫ് എഡിറ്റർ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അങ്ങനെ ഒരു ക്രെഡിറ്റും കൂടി സുജയ പാർവതിയിലേക്ക് ഇരിക്കുന്നു. എന്റെ ചോദ്യം ഇത്രയും ഉള്ളൂ. അപ്പൊ ഇതുവരെ പ്രസംഗിച്ചിരുന്ന, ഇതൊക്കെ സത്യമാണെങ്കിൽ ഇതുവരെ BJPയുടെ നാവായിട്ട്, BJPയുടെ വക്താവായിട്ട് നിന്ന സുജയ പാർവതി ടപേന പൈസയ്ക്ക് വേണ്ടിയിട്ട് മറുകണ്ഠം ചാടുവോ, തന്റെ നിലപാടുകൾ മാറ്റപ്പെടുത്തുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. മനസ്സിലായോ? അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ BJPക്കാരന്മാർ വെള്ളം കൂടി, BJP പൂര തെറിയായിരിക്കും സുജയ പാർവതി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ വളരെ വളരെ കഴിവുകളുള്ള ഒരു സംഭവം കിട്ടുമ്പോൾ, ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ഉരുളക്ക് ഉപ്പേരി പോലുള്ള ആൻസർ കൊടുക്കാൻ അറിയാവുന്ന ഒരു ചർച്ചയ്ക്ക് ഇരിക്കുവാൻ വേണമെങ്കിൽ 24/7 അല്ലെങ്കിൽ 24 മണിക്കൂറും ലൈവ് ഉള്ള അതിനകത്ത് തന്നെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം വാതോരാതെ സംസാരിക്കാനും കഴിവുള്ള വിരലിൽ എണ്ണാവുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ഈ പറയുന്ന സുജയ പാർവതി എന്നുള്ളതും. അതുമല്ല, ഈ ഒരു പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വിഭാഗത്തിൽ തൊട്ട് കഴിഞ്ഞാൽ സുജയ പാർവതിയെ വെല്ലാൻ വേണ്ടിയിട്ട് കേരളത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയം തന്നെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഈ ഒരു ടോം ആൻഡ് കാറ്റ് എന്നുള്ള ആ ഒരു സംഭവം അരുൺകുമാറുമായിട്ടുള്ള ഒരു സാധനം ഇനി ഉണ്ടാവത്തില്ല. ഇനി സുജയ പാർവതിയുടെ കളി മൊത്തം എവിടെയാണ്? നമ്മുടെ ബിഗ് ടിവിയിലാണ്. നമുക്ക് കാത്തിരുന്നതിനെ കാണാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.